ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പച്ചക്കറികളുടെ പേരുകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാനൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ശേഷം ഞാൻ അതിലോട്ട് ഒരു ചെറിയ സവാള ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കണേ, അത് കാണിക്കാൻ വിട്ടുപോയതാ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാനിത് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒറ്റ വിസിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ മസൂർ ദാലാണ്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സെയിം ടൈം നമ്മൾ പരിപ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സാമ്പാറിലോട്ട് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റൗ ഓൺ ആക്കണേ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ടൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടൊരു തക്കാളി, നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഉള്ളി, എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കുക. ഒരു 10-12 ചെറിയ ഉള്ളി എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ശേഷം കുക്കായിട്ടുള്ള ഉള്ളിയും തക്കാളിയും വെണ്ടയ്ക്കയും നമുക്ക് സാമ്പാറിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ടൈമിൽ സ്റ്റൗ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ടിപ്പോൾ ഫൈനലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഈ ടൈമിൽ തന്നെ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഇതിലോട്ട് താളിച്ച് ഒഴിക്കാനുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ശേഷം നമുക്ക് സാമ്പാറിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്